ദിവസത്തെ കണക്കെന്ന് പറയുന്നത് 125 കോടി രൂപ 30 ദിവസം കൊടുക്കുമ്പോൾ ഒരു KSRTC നമ്മുടെ നാട്ടിലൂടെ ഓടുന്ന ഒരു KSRTCക്ക് ഒരു ദിവസം 13,888 രൂപ. കണക്കുകളാണ്, കള്ളം പറയില്ല. 13,888 രൂപ അതിന് അങ്ങോട്ട് കൊടുക്കുകയാണ്. അത് ഓടിയാലും ഓടിയില്ലേലും ഇത് ഓടുന്ന കളക്ഷൻ ഇപ്പോൾ 14,000 രൂപയോ 15,000 രൂപയോ, കാരണം KSRTCയിൽ കുട്ടികൾക്ക് കൺസെഷൻ ഇല്ല. അപ്പോൾ സ്വാഭാവികമായും പ്രൈവറ്റ് ബസ്സുകളേക്കാൾ കൂടുതൽ കളക്ഷൻ അതിന് കിട്ടും. അങ്ങനെ വരുമ്പോൾ ഒരു 15,000 രൂപ കണക്കാക്കിയാൽ പോലും ഏതാണ്ട് ഒരു 28,000 അല്ലെങ്കിൽ 30,000-ഓളം രൂപ ഒരു ഓർഡിനറി ബസ് ഒരു ദിവസം ഓപ്പറേറ്റ് ചെയ്യുന്നതിന് KSRTCക്ക് ചെലവാണ്. ഞാൻ പറഞ്ഞ കണക്ക് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പ്രിയദർശിനി പദ്ധതി വരുന്നതിന് മുമ്പ് 4,16,00,000 രൂപ വെച്ച് ഈ 3,000 ബസ്സുകൾക്ക് കൊടുത്തിരുന്ന സ്ഥാനത്ത് ഒരു ദിവസം 13,888 രൂപ KSRTCക്ക് ഒരു ഓർഡിനറി വണ്ടിക്ക് അങ്ങോട്ട് കൊടുത്തിരുന്നു, അവരെ ഓടുന്ന കളക്ഷൻ കൂടാതെ. അപ്പൊ കളക്ഷനും കൂടെ ചേർത്ത് വരുമ്പോഴത്തേക്ക് ഏതാണ്ട് 30,000 രൂപയോളം ഒരു ദിവസം ഒരു ഓർഡിനറി ബസ് ഓടുന്നതിന് KSRTCക്ക് ചെലവ് വരുന്നു. എന്നിട്ടും KSRTC നഷ്ടത്തിലാണ്. അപ്പൊ ഞങ്ങൾ വെക്കുന്ന പ്രപ്പോസൽ ഇത്ര. പിന്നെ അതിന്റെ കൂടെ ഇപ്പൊ പ്രിയദർശിനി പദ്ധതി വന്നപ്പോൾ ഒരു ദിവസം 2 കോടി രൂപയും കൂടെ അഡീഷണൽ കൊടുക്കുമെന്നാണ് പറയുന്നത് ഒരു ദിവസം. അതായത് വനിതകളുടെ ടിക്കറ്റ് നിരക്ക് 0 ടിക്കറ്റ് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ബാധ്യതയിൽ 2 കോടി 2.5 കോടി രൂപ കൂടി ഞങ്ങൾ കൊടുക്കും. അതായത് ഒരു വർഷം 800 കോടി രൂപയും കൂടെ ഈ 3,000 ബസ്സുകൾക്കായി KSRTCക്ക് കൊടുക്കുമെന്നാണ് ധനകാര്യ വകുപ്പ് മന്ത്രിയായ മുഖ്യമന്ത്രിയും കേരളത്തിന്റെ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിയും പറഞ്ഞിരിക്കുന്നത്. സാഹചര്യം കേരളത്തിൽ UDFന്റെ ഗവൺമെന്റ് അധികാരമേറ്റ ശേഷം ജൂൺ 15 തൊട്ട് അവരുടെ പ്രഖ്യാപിത നയമായ ഇന്ദിരാ ഗ്യാരണ്ടി, അതിൽ വളരെ പ്രധാനപ്പെട്ട വനിതകൾക്കുള്ള സൗജന്യ യാത്ര KSRTC ബസ്സുകളിൽ നടപ്പാക്കുകയുണ്ടായി. ആ നടപ്പാക്കിയതിനെ ഞങ്ങൾ എതിർക്കുകയോ അല്ലെങ്കിൽ അതിനെതിരായിട്ട് ഒരു മൂവ്മെന്റ് നടത്തുകയോ ചെയ്യുന്നത് വളരെ സ്വാഗതാർഹമായ, കേരളത്തിൽ പ്രത്യേകിച്ച് വനിതകൾക്ക് കിട്ടേണ്ട ഒരു ആനുകൂല്യം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞങ്ങൾ അതിനെ കാണുന്നത്. പക്ഷേ ഇത് നടപ്പാക്കി കഴിഞ്ഞപ്പോൾ കേരളത്തിൽ, പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൽ, ഇടുക്കി, എറണാകുളം, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം, ഇത്രയും ജില്ലകൾ സ്വകാര്യ ബസ്സുകളിൽ 10,000 രൂപ കളക്ഷൻ ഉണ്ടായിരുന്ന വാഹനങ്ങളുടെ കളക്ഷൻ 4,000, 5,000 രൂപയിലേക്ക്, ഒരു ദിവസം ഏതാണ്ട് 5,000, 6,000 രൂപ കളക്ഷനിൽ കുറവ് വന്നിരിക്കുക. ആ കളക്ഷനിൽ കുറവ് വന്നപ്പോൾ ഗവൺമെന്റ് വളരെ നല്ലൊരു കാര്യം ചെയ്തു. ഞങ്ങൾ അതിനെ എതിർക്കുന്നില്ല. പക്ഷെ ഇന്നലത്തെ ബഡ്ജറ്റിൽ ഗവൺമെന്റ് സ്റ്റേജ് കാരേജ് ബസ്സുകളുടെ ടാക്സ് 50% കുറച്ചു തന്ന ഒരു വിപ്ലവകരമായ മാറ്റമാണ്.